പ്രവാചകൻ പറഞ്ഞൊരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ദിവസത്തിൽ കൂടുതൽ പിണങ്ങിയിരിക്കുകയും അവർ രണ്ടുപേരും തമ്മിൽ പരസ്പരം മിണ്ടാത്ത സാഹചര്യത്തിൽ അവരിൽ ഒരാൾ മരണപ്പെട്ടു പോയാൽ അവരിരുവരും നരകത്തിലാണെന്ന് ലോകൈക ഗുരു നബി മുഹമ്മദ് റസൂലുള്ളാഹ്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പിണക്കം സ്വാഭാവികമാണ്. അള്ളാഹുവിന്റെ റസൂൽ ആയിഷ ബീവി തമ്മിൽ പിണങ്ങും. ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മൈമൂന ബീവിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് കറി കൊടുത്തുവിട്ടു റസൂലുള്ളാഹിക്ക്. വേറൊരു ഭാര്യയാണ് മൈമൂന. ആയിഷ ബീവിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. താൻ പാചകം ചെയ്ത ഭക്ഷണം കഴിച്ചുകൊണ്ട് റസൂലുള്ളാഹി തന്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ വേറൊരു ഭാര്യയായ മൈമൂന ബീവിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുത്തു വിട്ടത്, കറി കൊടുത്തു വിട്ടത് റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടില്ല, ആയിഷ ബീവിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ആയിഷ ബീവിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് റസൂലുള്ളാഹിക്ക് മുഖഭാവം കൊണ്ട് മനസ്സിലായി. നമ്മുടെ ഭാര്യയ്ക്ക് ചിലത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പെങ്ങളുടെ മോളുടെ കല്യാണത്തിന് 10 പവന്റെ സ്വർണം കൊടുത്തു, ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് അന്നേ അറിയാം. കാരണം എന്തോ വരുമ്പോഴേക്ക് കിബിലായിട്ട് നിൽക്കും. അപ്പൊ അറിയാം ഇന്ന് പണിമുടക്കാണ്, ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹിക്ക് മുഖഭാവം കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോ റസൂലുള്ളാഹി എന്ത് ചെയ്തു, ആയിഷ ബീവി ഒന്ന് ശുണ്ടി പിടിപ്പിക്കാൻ വേണ്ടി മൈമൂന ബീവിയുടെ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ട കറി ഒന്ന് വിരലിട്ടിട്ട് നന്നായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നാക്കിലോട്ട് വെച്ചു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, മൈമൂനയുടെ പാചകം അടിപൊളിയാ. ഇത് കേട്ട് ആയിഷ ബീവിയുടെ പിടിച്ചു വെച്ചിരുന്ന സർവ്വ നിയന്ത്രണവും വിട്ടു. ആയിഷ ബീവിയുടെ കറി കൊള്ളാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, പെണ്ണിന്റെ സ്വഭാവമല്ലേ, നിങ്ങൾ അത് കൊള്ളാന്ന് പറഞ്ഞാൽ എന്റെ കൊള്ളത്തില്ല എന്നല്ല അർത്ഥം. അപ്പൊ ആയിഷ ബീവി മൈമൂനയുടെ കറി കൊള്ളാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ, എന്റെ കൊള്ളത്തില്ല എന്നല്ലേ. ആയിഷ ബീവിക്ക് നിയന്ത്രണം വിട്ടുപോയി. കൈമടക്കി ഒരൊറ്റ അടി വെച്ച് കൊടുത്ത് കറിപ്പാത്രം തെറിച്ച് മൂലേ പോയി. റസൂലുള്ളാഹിയുടെ വീട്ടിലെ സംഭവമാണിത്. ഭാര്യ ഭർത്താവും പിണങ്ങിയാനല്ലേ ഇണക്കമുള്ളൂ. പിണങ്ങിയിട്ടൊന്ന് മിണ്ടുമ്പോ എന്തോ ഒരു ത്രില്ലാതിന്. എപ്പോഴും ഇങ്ങനെ സന്തോഷത്തിരുന്ന ആ സന്തോഷമുണ്ടോ? ഒന്ന് പിണങ്ങിയിട്ട് മിണ്ടുമ്പോഴും അതൊരു ത്രില്ലാണ്. അപ്പോ കറിപ്പാത്രം തെറിച്ച് ഇറച്ചിയൊക്കെ തെറിച്ച് മൂലേ കിടന്ന് കറിപ്പാത്രം മറിഞ്ഞുപോയി. നിങ്ങളാണ് എന്ത് ചെയ്യും? നിങ്ങളുടെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് കറി കൊടുത്തു വിട്ടു, അത് കൊള്ളാന്ന് പറയുമ്പോൾ ഭാര്യ കൈകൊണ്ട് അടിച്ചു തെറിപ്പിച്ച് മൂലേ കിടക്കുക. നിങ്ങളാണ് എന്ത് ചെയ്യും? എന്ത് ചെയ്യാണ് വാസേ? തവക്കൽ തോലല്ലാന്ന് അസ്സലാമു അലൈക്കും രൂപ കിടന്നുറങ്ങും. നമ്മളാണ് എന്ത് ചെയ്യും? നിങ്ങൾ പറയും നിങ്ങളൊക്കെ ഭർത്താക്കന്മാരാണ്. നിങ്ങളുടെ വീട്ടിലായി സാഹചര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരൊറ്റ ചവിട്ട് കൊടുക്കും. പിന്നെ 108 വിളിച്ച് ആംബുലൻസ് വിളിച്ച് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണം. 108 പിന്നെ റോഡിന്റെ സൈഡിൽ കിടക്കണോണ്ട് കുഴപ്പമില്ല. അള്ളാന്റെ റസൂൽ എന്ത് ചെയ്തു? അള്ളാന്റെ റസൂൽ ഒന്നും ചെയ്തില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുത്തെ കമീസിന്റെ കുപ്പായം അങ്ങ് തെറുത്തുകയറ്റി. അള്ളാന്റെ റസൂല് കമീസിന്റെ കുപ്പായം തെറുത്തുകയറ്റി മറിഞ്ഞു കിടന്ന കറിപ്പാത്രം എടുത്ത് നിവർത്തി വെച്ചു. തെറിച്ചുപോയി ഇറച്ചി കഷണങ്ങൾ എടുത്ത് പാത്രത്തിലേക്ക് ഇട്ടു. താഴെ ചിതറി കിടന്ന ചാറ് മുഴുവന് തുണി നനച്ചുകൊണ്ട് പ്രവാചകൻ വൃത്തിയാക്കി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആയിഷയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് നബി തങ്ങൾ ഒരു ചിരിയങ്ങ് ചിരിച്ചു. 1000 പൂർണ്ണചന്ദ്രന്മാര് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന പുഞ്ചിരി ആയിഷ ബീവിയുടെ ഹൃദയം തകർന്നു പോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, നബിയെ പൊറുക്കണേ നബിയെ, അറിവില്ലാതെ ആയിഷ എന്തോ പറഞ്ഞതാണ് നബിയെ. ആയിഷ ബീവി കൈ പിടിച്ചിട്ട് പറഞ്ഞു, നബിയെ പൊറുക്കണം നബിയെ, ഞാൻ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാ. ആയിഷ ബീവിയുടെ വീട്ടിലുണ്ടായി. ഇവര് തമ്മിൽ പിണങ്ങും ഇടയ്ക്കിടയ്ക്ക്. ഈ പിണക്കം നിങ്ങൾ പറയുമ്പോൾ ഇങ്ങനത്തെ പിണക്കമല്ല. അവസാനം ചുരുക്കി പറയട്ടെ, ആയിഷ ബീവി നബി തങ്ങളും തമ്മിലുള്ള പിണക്കം അവരുടെ വീട്ടിൽ പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വെളിയിലായി, പള്ളിക്കമ്മിറ്റിയിലെത്തി. ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നല്ല. അള്ളാന്റെ റസൂൽ ആയിഷ ബീവിയും തമ്മിൽ പിണങ്ങിയിട്ട് ആ പിണക്കം അവരെ കൊണ്ട് പരിഹരിക്കാൻ കഴിഞ്ഞില്ല. മൂന്നാമൻ ഇടപെടേണ്ടി വന്നു. ആ രീതിയിൽ പിണങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകനും ആയിഷ ബീവിയും തമ്മിൽ പിണങ്ങി. അവസാനം അവരുടെ പിണക്കം വല്ലാതെ ഉച്ചസ്ഥായിലെത്തിയപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ മധ്യസ്ഥനാക്കി അവസാനിപ്പിക്കുകയാണ് ഈ പുണ്യമായ വെള്ളിയാഴ്ച രാവിൽ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലും ആയിഷ ബീവിയും പിണങ്ങി. അവരെ രണ്ടുപേരെയും ഇടയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു മധ്യസ്ഥനാകുന്നത് വരെ ആയിഷ ബീവിയുടെ പിതാവാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു.
അള്ളാന്റെ റസൂലും ആയിഷയും വീട്ടിൽ പിണങ്ങിയിരിക്കുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. എന്നിട്ട് അവരോട് രണ്ട് കക്ഷികളോടും കാര്യം ചോദിക്കുകയാണ്. ആ സമയത്ത് അള്ളാന്റെ റസൂൽ അടുക്കളയിൽ നിൽക്കുന്ന ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷ ആദ്യം നീ പറയുന്നു അതല്ല ഞാൻ പറയണോ ആയിഷ? അബൂബക്കർ റളിയല്ലാഹു മധ്യസ്ഥനായിട്ട് വന്നു. സാധാരണ മധ്യസ്ഥം വരുമ്പം രണ്ടുപേരെയും വിളിക്കും. എന്തോടെ ഇടയ്ക്കിടയ്ക്ക് മൈക്കിന് ഒതു മുറിയുന്നത് 108 പറഞ്ഞുള്ളൂ വന്നു. അപ്പോ അബൂബക്കർ റളിയല്ലാഹു മധ്യസ്ഥനായിട്ട് നിൽക്കാൻ രണ്ടുപേരും അപ്പുറം ഇപ്പുറയും നിന്നു. മധ്യസ്ഥൻ ചോദിച്ചു എന്താ വിഷയം? അപ്പൊ അള്ളാന്റെ റസൂൽ, സാധാരണ നമ്മൾ എന്ത് പറയും? ഭർത്താവ് ഭാര്യയോട്, ആയിഷാബിയോട് റസൂലുള്ള ചോദിക്കാൻ ആയിഷ ആദ്യം നീ പറയണോ അതല്ല ഞാൻ പറയണോ? ഭാര്യയും ഭർത്താവിൽ വഴക്കുണ്ടാക്കിയിട്ട് മധ്യസ്ഥം വന്നിട്ട് ചോദിക്കുകയാണ് ഭർത്താവ്, നമ്മൾ ചോദിക്കുക ആദ്യം നീ പറയണോ അതല്ല ഞാൻ പറയണോ എന്ന് ചോദിച്ചാൽ ഭാര്യ പറയണോ മറുപടി എന്തായിരിക്കും? ആദ്യം നിങ്ങളങ്ങ് നിങ്ങൾ പറഞ്ഞു തീർത്തിട്ട് എനിക്ക് കുറച്ച് പറയാനുണ്ട്. ആദ്യം നിങ്ങൾ പറഞ്ഞ് തീർന്നു കഴിഞ്ഞിട്ട് വേണം എനിക്ക് 4 വർത്താനം ഇവരോട് പറയാനുണ്ട്. അതല്ലേ സാധാരണ പെണ്ണുങ്ങൾ പറയണത്. ആദ്യം അവര് പറയൂല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ ആദ്യം പറഞ്ഞുകൊള്ളുക, ഞാൻ പിന്നീടേ പറയുന്നുള്ളൂ. എന്റെ ഉപ്പാനോട് എനിക്ക് കുറെ കാര്യം പറയാനുണ്ട്, അതുകൊണ്ട് റസൂലേ നിങ്ങൾ പറഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞിട്ട് ആയിഷ ബീവി കുറെ കൂടി പറഞ്ഞു, ലാ ഖൂലു ഇല്ലൽ ഹഖാ, ഓ നബിയെ ഉള്ളതേ പറയാവൂ, കള്ളം പറയല്ല നബിയെ. സഹോദരങ്ങളെ കരയുക, ചിന്തിക്കുക സഹോദരങ്ങളെ. ഒരു ചട്ടക്കുടിലിൽ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് മാതൃക എന്തെന്ന് റസൂൽ ഖുർആൻ പറഞ്ഞ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ റസൂലിന് നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. ആ സമയത്ത് ആയിഷ ബീവി എന്ന ഭാര്യ പറയുന്നു, നിങ്ങൾ പറഞ്ഞോളുക, പക്ഷേ ലാ ഖൂലു ഇല്ലൽ ഹഖാ, ഇല്ലാത്തതിട്ട് പറയരുത്, നിങ്ങൾ വെറുതെ കള്ളം പറയരുത്. നമ്മുടെയൊക്കെ വീട്ടിൽ സംഭവിക്കുന്നത് പോലെ വെറുതെ കൈന്നിട്ട് പറയരുതെന്ന് ഭർത്താവിനോട് ഭാര്യ പറയുമ്പോ ഇത് കേട്ട് നിന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. ചാടി എഴുന്നേറ്റ് ആയിഷ ബീവിയുടെ പെടലിയിൽ ആഞ്ഞടിച്ചു അബൂബക്കർ റളിയല്ലാഹു അൻഹു. മകളല്ലേ, അടിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വല്ലാത്ത ദേഷ്യത്തോടെ ചോദിച്ചു, ആയിഷ എന്താ നീ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലിനോട് കള്ളം പറയരുതെന്നോ? അവയഖൂലു ഇല്ലൽ ഹഖാ, അല്ലാഹുവിന്റെ റസൂൽ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ലല്ലോ. ആ റസൂലുള്ളയോടാണോ നീ കള്ളം പറയുമെന്ന് പറയുന്നത്? ആയിഷ അദബ് കേടല്ലയോ? ആയിഷ ബീവി പൊട്ടിക്കരഞ്ഞു പോയി. വാപ്പ ചാടി അടി കൊടുത്തു. ഇതെവിടെയാണ്? മദീനത്തെ കുടിലിൽ നടക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണുനീര് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ നെഞ്ചകം തകർന്നു പോയി. തന്റെ പ്രാണപ്രേയസി ആയിഷ ബീവി അടികൊണ്ട് കരഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന് സഹിക്കാൻ കഴിഞ്ഞില്ല. റസൂലുള്ള ഓടിച്ചെന്ന ആയിഷ ബീവിയെ കെട്ടിപ്പിടിച്ച് ആയിഷയുടെ കണ്ണുനീര് തന്റെ റിസാലത്തിന്റെ കൈകൾ കൊണ്ട് തുടച്ചു കൊടുത്തിട്ട് റസൂലുള്ള വല്ലാത്ത ദേശത്തോടെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അബൂബക്കറേ, എന്റെ ഭാര്യ അടിക്കാനല്ല നിന്നെ ഞാൻ വിളിച്ചത്, ഞങ്ങളുടെ തർക്കം തീർക്കാൻ നിന്നെ മധ്യസ്ഥനാക്കി വിളിച്ചതാ. എന്റെ ഭാര്യ അടിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? ഭാര്യയുടെ കണ്ണുനീര് കണ്ടപ്പോ കരളലിന് പോയ ഭർത്താവേ, ദൂതനെ ബഹുനീവ വസുലീ വാഹിദുയദീ ഇൻഷാ അല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ ആയിഷയുടെ കണ്ണുനീര് കണ്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനിലെ ഭർത്താവാരെന്നറിയുമോ? ഭാര്യയുടെ കണ്ണുനീര് കണ്ടു നിൽക്കാൻ കഴിയാത്തവന്, താൻ കൈപിടിച്ച് കൈവെള്ളയിൽ കൊണ്ടുവന്ന ഭാര്യ കരയുമ്പോ ആ ഭാര്യയുടെ കണ്ണുനീരൊപ്പാൻ സ്വന്തം കൈവിരലുകൾ ആർക്കുയർത്താൻ കഴിയുന്നവോ? സ്വന്തം ഭാര്യയുടെ കണ്ണുനീരൊപ്പാൻ തന്റെ വിരലുകൾ കൊണ്ടൊരു ഭർത്താവിന്
കഴിയുന്നുവെങ്കിൽ ആ ഭർത്താവ് ഖുർആന്റെ ഭർത്താവാണ്, ആ ഭർത്താവ് ഖുർആന്റെ ഭർത്താവാണ്, ആ ഭർത്താവ് ഖുർആന്റെ ഭർത്താവാണ്. അല്ലാഹു ആ ജീവിതം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ജീവിതം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരസ്പരം കണ്ണീരൊപ്പാൻ, പരസ്പരം സാന്ത്വനം പകരാൻ. അതുകൊണ്ട് സഹോദരിമാരെ, നാളെ നമുക്ക് ഖുർആനിലെ ഭാര്യ സമയം 11-നോടടുക്കുകയാണ്. ആരോഗ്യം ദുർബലമാണ്, രാത്രി നീണ്ടുപോവുകയാണ്. അതുകൊണ്ട് ഏറെ പറയുന്നതിലല്ല, പറയുന്നത് ജീവിതത്തിൽ വരുന്നതിലാണ്. 4-ാം മാസത്തിൽ അള്ളാന്റെ മലക്ക് കൊണ്ട് കൂട്ടിച്ചേർത്തവരെ തമ്മിൽ തല്ലരുതേ, തലതല്ല് കീറരുതേ. ഭർത്താവ് നിന്റെ കാണപ്പെട്ട ദൈവമാണ് പെണ്ണേ. ഭർത്താവേ, നീ അള്ളാനെ മുൻനിർത്തി വിളിച്ചു കൊണ്ടുവന്ന പെണ്ണ്, അവളുടെ കണ്ണുനീര് നിന്റെ വീട്ടിൽ വീടല്ലേ. വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം, പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. പെണ്ണിന്റെ കണ്ണുനീര് വീണ കുടുംബം, ആ കുടുംബത്തിൽ നന്മയുണ്ടാവില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അകാരണമായൊരു പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണുനീരൊരു കുടുംബത്തിൽ വീണോ, ആ കുടുംബം പിന്നെ കരകയറുകയില്ല. ആ പെണ്ണ് ശപിച്ച കുടുംബം, പെണ്ണ് ശപിച്ച കുടുംബം. എത്രയോ പെണ്ണാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മരിച്ചത്, എത്ര പെണ്ണാണ് ഭർത്തൃപീഡനം കാരണത്താൽ ആത്മഹത്യ ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, രാവിലെ പത്രമെടുക്കുമ്പോൾ കേൾക്കുന്നതെന്താ? ഭർത്താവിന്റെ പീഡനം കാരണത്താൽ ഭാര്യ ആത്മഹത്യ ചെയ്തു പോയി, ഭർത്താവിന്റെ പീഡനം കാരണത്താൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ആത്മഹത്യ ചെയ്തവൾ, മണ്ണെണ്ണ കൊളുത്തിയിട്ട് ആത്മഹത്യ ചെയ്തവൾ അള്ളാന്റെ ഖുർആൻ പറഞ്ഞ ഭർത്താവാകുമോ? ഒരൊറ്റായത്ത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. അള്ളാന്റെ ഖുർആൻ പറയുന്നു, നബി തങ്ങൾ വരുന്ന 6-ാം നൂറ്റാണ്ടിനെ കുറിച്ച്. പെണ്ണ് ജനിച്ചാൽ ജീവനോടെ പെണ്ണിനെ കുഴിച്ചു മൂടിയിരുന്ന കാട്ടറബികൾ ആ പെണ്ണിനെ അവർ ജീവിക്കാൻ അനുവദിച്ചിരുന്നില്ല. ആ സമ്പ്രദായത്തെ വിലക്കിക്കൊണ്ട് അള്ളാന്റെ ഖുർആന്റെ ആയത്തിറങ്ങി. നാളെ പെണ്ണിനെ ജീവനോടെ കുഴിച്ചു മൂടിയവർ, ജീവിതം തകർത്തവർ, ആ പെണ്ണിന്റെ കണ്ണുനീരിന് കാരണക്കാരായവർ, നാളെ അല്ലാഹു ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെണ്ണുങ്ങള്, കുട്ടികളെ അല്ലാഹു നാളെ പരലോകത്ത് കൊണ്ടുവരും. എന്നിട്ട് അല്ലാഹു അവരോട് നേരിട്ട് ചോദിക്കും അത്രേ. ജീവിതം നിഷേധിക്കപ്പെട്ട, ജീവിക്കാൻ അനുവാദം നൽകപ്പെടാത്ത, ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികൾ, അവരെ അല്ലാഹു നാളെ പരലോകത്ത് ഹാജരാക്കും. അല്ലാഹു അവരോട് നേരിട്ട് ചോദിക്കും. ഞാൻ എന്റെ ഖുർആൻ പറയുന്നു, ആ പെൺകുട്ടികളോട് ചോദിക്കും, കുടിച്ചു മൂടപ്പെട്ട പെണ്ണിനോട് ചോദിക്കപ്പെടും, ഏ പൊന്നുമാളെ, നീ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവര് നിന്നെ കുടിച്ചു മൂടിയത്? നാളെ കുടിച്ചു മൂടപ്പെട്ട പെണ്ണിനോട് നിന്നെ അവര് ജീവിക്കാൻ അനുവദിക്കാത്തത്. ആ ഖുർആന്റെ ആയത്തിന്റെ അർത്ഥം നിങ്ങൾ ഇങ്ങനെ കൂടെ കൂട്ടി വായിച്ചോ. ഭർത്താവിന്റെ പീഡനം കാരണത്താൽ മരിച്ചുപോയ പെണ്ണ്, ഭർത്താവിന്റെ പീഡനം കാരണത്താൽ ജീവിതത്തിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മരിച്ചുപോയ പെണ്ണ്, കഴിഞ്ഞ റമളാനിലല്ലേ തൃശൂർ ജില്ലയിൽ 150 പവൻ സ്വർണവും 50 ലക്ഷം രൂപ സ്ത്രീധനവും കൊടുത്ത് ഏറ്റവും ശരീരം മുഴുവന് സ്വർണത്തിൽ മൂടിപ്പൊതിഞ്ഞ് കയറിപ്പോയ പെണ്ണിനെയല്ലേ ആർത്തി കാരണത്താൽ ഇനിയും വേണമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ച് റമളാനിന്റെ 17-ാം രാവിലെ തൃശൂർ ജില്ലയിൽ എല്ലാവരും നോമ്പ് തുറക്കുമ്പോ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മരിച്ചുപോയ പെണ്ണടക്കമുള്ള രാവിലെ പത്രത്തിൽ കാണുന്ന ഭർത്താവ്, സ്നേഹമില്ലാത്ത ഭർത്താവിനെ കാരണത്താൽ, ഇന്നലത്തെ പത്രത്തിലല്ലേ ഭർത്താവിന്റെ പീഡനം കാരണത്താൽ 1.5 വയസ്സുള്ള കുഞ്ഞിനെയും 4 വയസ്സുകാരനെ കയ്യിൽ പിടിച്ച് ഒരു പാവപ്പെട്ട പെണ്ണ് കിണറ്റിൽ ചാടിയത്, 1.5 വയസ്സുകാരൻ തലച്ചോറ് പൊട്ടിച്ചവര് മരിച്ചുപോയില്ലേ? എത്രയോ പൈതലുകളാണ് തലച്ചോറ് കിണറിൽ വീണ് പൊട്ടിത്തെറിച്ചത്. എത്ര നിരപരാധിയായ പെണ്ണാണ്. 18 വർഷം വാപ്പ കഷ്ടപ്പെട്ട് വളർത്തിയ പെണ്ണിന് നിന്റെ കയ്യിൽ വന്നപ്പോ നീ പീഡനത്താൽ അവളെ ആത്മഹത്യയോട്ട് തള്ളിവിട്ടുവോ? അവളെ കണ്ണുനീര് നീ കുടിപ്പിച്ചുവോ? അല്ലാഹു നാളെ ആ പെണ്ണിനെ പരലോകത്ത് ഹാജരാക്കും. എന്നിട്ട് അല്ലാഹു ആ പെണ്ണിനോട് ചോദിക്കും, നിന്റെ ഭാര്യയോട്, കുത്തിലെത്ത് എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ മണ്ണെണ്ണ ഒഴിക്കേണ്ടി വന്നത്?